എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഉണ്ണിയും കൂടിയിട്ടൊന്ന് പുറത്ത് പോയി ചില്ലടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പ്ലാനിങ് തുടങ്ങിയിട്ട് 2 ദിവസമായെങ്കിലും ഇന്നാണ് കേട്ടോ ഒന്ന് ഇറങ്ങാനായിട്ട് പറ്റിയത്. അവൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം അവൾ പുറത്ത് കറങ്ങലാണെന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ ചത്തു കുത്തിയിരിക്കുകയായിരുന്നു. പിന്നെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഈവനിങ് എന്ന് പറയുമ്പോൾ വലിയ വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോയി ആഘോഷിച്ചിട്ട് വരാം. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്ന് നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ അവസ്ഥയായിപ്പോയി. കാരണം ബസ്സും കാണാനില്ല, ഒരു ഓട്ടോ കാണാനില്ല, ഒരു വണ്ടി പോലും കാണാനില്ല കേട്ടോ. പിന്നെ ബസ്സിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴാണ് ആ സത്യം മനസ്സിലാവുന്നത്. റോഡിൻ്റെ അവസ്ഥ നല്ല രസമായതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും ഇപ്പോൾ ഇതിൽ ഓടണില്ല അത്രേ. ഇന്നലെ വരെ ഓടിയിരുന്നതാണ് കേട്ടോ. ഇന്ന് സമരാന്ന് തോന്നുന്നുണ്ട്. അത് വിശദമായിട്ട് അച്ഛൻ വൈകുന്നേരം വരും പറയാം. എന്തായാലും അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കാറുള്ള ഒരു ഓട്ടോമാമ ഞങ്ങളെ കൊണ്ടാക്കി തന്നു കേട്ടോ. ആദ്യം വന്നത് ഉണ്ണിക്കൊരു ഐറ്റം വാങ്ങാനായിരുന്നു. അതിന് കളിപ്പാട്ടക്കടയിലാണ് കേട്ടോ കയറിയത്. ഇവിടെ അതുണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ അവിടെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പണ്ട് നമ്മളൊന്നും കളിക്കുമ്പോൾ ഇല്ലാത്തത്ര വെറൈറ്റി സാധനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ വാങ്ങി വെച്ചിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. വെറുതെ അവിടെ ഒന്ന് കറങ്ങി നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളിച്ച് അവൾക്ക് വേണ്ട സാധനം വാങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. വെയിലിനെ പേടിച്ചിട്ടാണ് കേട്ടോ ഈവനിങ്ങിലേക്ക് ആക്കിയത് ഞങ്ങൾ വരൽ. അപ്പുണ്ട് സൂര്യേട്ടൻ കണ്ണിലേക്ക് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറയാൻ കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ വന്നത് ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ. ആദ്യം ഒരു കടയിൽ കയറി നോക്കിയിട്ട് അവൾക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾക്ക് വേണ്ടത് വൈറ്റ് ബനിയനാണ് കേട്ടോ. എന്തോ ഡാൻസ് കോമ്പറ്റീഷനോ അങ്ങനെ എന്തിനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും വൈറ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് വരും കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തൊരു കടയിൽ കയറി. അവിടെയും പ്രിൻ്റൊക്കെ ഉണ്ട്, എങ്കിലും ഒരു ചെറിയ പ്രിൻ്റുള്ളൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്മൈലിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വന്നത് വൈമോളിലോട്ടാണ്. ഇവിടെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിവിടെ വന്ന് ഈന്തപ്പഴമൊക്കെ വാങ്ങിയിത്രേ. അവൾക്കാണെങ്കിൽ ഈന്തപ്പഴവും ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ ഓട്സൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതിന് നല്ല ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ബദാമും വണ്ടിപ്പരിപ്പിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഐറ്റമല്ല. ഇപ്പോൾ ഇവൾ ഹോസ്റ്റലിൽ പോകുമ്പോഴാണ് വാങ്ങൽ. അതും അവൾക്ക് തോന്നുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ വക സാധനങ്ങൾ അവൾ വാങ്ങലുള്ളൂ. അപ്പം അതുകൊണ്ട് കാര്യമായി ഇതിൻ്റെ വില വിവരം എനിക്കങ്ങോട്ട് അറിയില്ല. പിന്നെ അതൊക്കെ എടുത്ത് മുകളിലേക്ക് കയറിയതിന് ശേഷം ഓട്സ് കൊടുത്ത് നേരെ നമ്മൾ വന്നത് ചില്ലുഭരണിയുടെ സെക്ഷനിലോട്ടാണ്. ഒരെണ്ണം ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഒരു മോഡലും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബില്ലൊക്കെ അടിച്ച് നേരെ താഴത്തോട്ട് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഞാനുണ്ണിയും കൂടിയിട്ട് നടക്കൽ അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കടയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ആകെ മടുപ്പാവും. പിന്നെ വിചാരിച്ചു ഇനി വീട്ടിൽ പോവാം, ഒന്നും കഴിക്കാനൊന്നും നിൽക്കണ്ടെന്ന്. പിന്നെ ബസ്സിൽ കയറിയിരുന്ന് ദേ നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ശ്രീരാമൻ. പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ മീൻ വാങ്ങിക്കോ, എന്തായാലും നിങ്ങൾ പുറത്തല്ലേന്ന്. മീൻ മാർക്കറ്റിൽ വന്നപ്പോൾ കുറേ മീനുണ്ട് കേട്ടോ. എന്ത് മീനും വെറൈറ്റി വാങ്ങാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ എത്തുന്നത് കൂടുതൽ തന്നെയായിരിക്കും. കൂടുതലാകുമ്പോൾ നന്നാക്കിയും കിട്ടും. പിന്നെ നല്ല ടേസ്റ്റാണല്ലോ, തലേ ദിവസം വെച്ച് പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആ മാമൻ നന്നാക്കണമൊക്കെ കണ്ട് ആ മാമൻ്റെ കയ്യിൽ നിന്ന് മീനും വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.